കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സാപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം പിടിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മെയിൻ്റനൻസ് എമൗണ്ട് പെർമനൻ്റ് സിംഗിൾ അലവൻസ് ആയിട്ട് 2 കോടി രൂപ ഭാര്യയ്ക്ക് അനുകൂലമായി വിധിച്ചിട്ടുള്ള ഒരു സുപ്രീം കോടതി വിധിയും ആ വിധിയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകളുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു കേസിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള പോയിന്റ് ഇതാണ്: ഭർത്താവിന് വരുമാനമില്ലെന്ന് പറഞ്ഞാലും യോഗ്യത നോക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ജീവനാംശ തുക വിധിക്കുവാനായിട്ട് സാധിക്കും എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വിധിക്കുവാനായിട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ പരിഗണിക്കേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും, അതായത് അതിൻ്റെ ഗൈഡ് ലൈൻസ് എന്താണെന്നുള്ളതും കോടതി പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊക്കെയാണ്. ഒന്നാമത്തെ പോയിന്റ്, കക്ഷികളുടെ സാമൂഹിക സാമ്പത്തിക അന്തസ്സ് നമ്മൾ ചെക്ക് ചെയ്യണം. സെക്കൻഡ് പോയിന്റ്, ഭാര്യയുടെയും കുട്ടികളുടെയും ന്യായമായ ആവശ്യങ്ങൾ പരിഗണിക്കണം. മൂന്നാമത്തെ പോയിന്റ്, കക്ഷികളുടെ വിദ്യാഭ്യാസ യോഗ്യതയും തൊഴിലും പരിഗണിക്കണം. പിന്നെ നാലാമതായിട്ട് സ്വന്തം നിലയ്ക്കുള്ള വരുമാനവും വസ്തുവകകളും ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അഞ്ചാമതായിട്ട് വിവാഹം കഴിച്ചെത്തിയ വീട്ടിൽ ഉള്ളതുപോലുള്ള ജീവിത നിലവാരം ഡിവോഴ്സിന് ശേഷവും ഈ ഭാര്യയ്ക്ക് അവകാശപ്പെടാം എന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് പോയിന്റാണ്, കുടുംബ ഉത്തരവാദിത്തങ്ങൾക്കായി തൊഴിൽ അല്ലെങ്കിൽ ജോലി ഉപേക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അടുത്തതായിട്ട് തൊഴിൽ രഹിതയാണ് എന്നുണ്ടെങ്കിൽ കേസിൻ്റെ ചെലവ്, അതായത് എക്സ്പെൻസസ് ഓഫ് പ്രൊസീഡിങ്സ് നമ്മൾ പരിഗണിക്കണം. കൂടാതെ ഭർത്താവിൻ്റെ സാമ്പത്തിക സ്ഥിതി, വരുമാനം, കടബാധ്യത തുടങ്ങിയവയും എന്ത് ചെയ്യണം? പരിഗണിക്കണം. ഇത്രയും കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഒരു ഡിവോഴ്സ് ആകുന്ന സിറ്റുവേഷനിൽ ജീവനാംശം പരിഗണിക്കേണ്ടത് എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വിധിക്ക് ആസ്പദമായ കേസിൽ ഭാര്യയ്ക്ക് 2 കോടി രൂപ ഒറ്റത്തവണ ജീവനാംശമായി അനുവദിക്കുവാനാണ് സുപ്രീം കോടതി വിധിച്ചിട്ടുള്ളത്. അപ്പോൾ ഭാര്യ ആവശ്യപ്പെട്ടത് 5 മുതൽ 7 കോടി രൂപ കൊടുക്കണമെന്നാണ് ഭാര്യ ആവശ്യപ്പെട്ടത്. ഭർത്താവ് അപ്പോൾ 50 ലക്ഷം രൂപ നൽകാമെന്ന് ഭർത്താവ് വ്യക്തമാക്കി. പക്ഷെ കോടതി ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് 2 കോടി രൂപ ഭാര്യയ്ക്ക് ജീവനാംശമായി കൊടുക്കുവാനായിട്ട് പറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. കൂടാതെ അതിൽ പറയുന്ന മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത്, ജീവനാംശം എന്ന് പറയുന്നത് ആശ്രിതയുടെ, അതായത് ഡിവോഴ്സ്ഡ് വൈഫ് പ്ലസ് കുട്ടികളുടെ സ്വസ്ഥമായ ജീവിതം ഉറപ്പാക്കാൻ വേണ്ടിയാണെന്നാണ് കോടതി പറയുന്നത്. അത് പിന്നെ ഈ പേരും പറഞ്ഞുകൊണ്ട് ഒരിക്കലും ഭർത്താവിനെ ശിക്ഷിക്കുവാനായി സാധിക്കുകയില്ല എന്നും കോടതി പറയുന്നുണ്ട്. അല്ലെങ്കിൽ ശിക്ഷിക്കാനല്ല, അവരുടെ ഒരു സംതൃപ്തിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിന് പറയുന്ന മറ്റൊരു ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്: ഈ ഭർത്താവിൻ്റെ ജീവിത നിലവാരം, അതുപോലെ തന്നെ ഫ്യൂച്ചറിലുണ്ടാകുന്ന വസ്തുവകകളുടെ വിലക്കയറ്റം, അതുപോലെ തന്നെ ജീവിത ചെലവിൽ വന്ന മാറ്റം എന്നിവയും കണക്കാക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്ന മറ്റൊരു പോയിന്റാണ്, ജീവനാംശം ഒരുപാട് കൂടാനോ കുറയ്ക്കാനോ പാടില്ല എന്നുള്ളതും ഈ ഒരു പോയിന്റായിട്ട് പറഞ്ഞുകൊണ്ടാണ് കോടതി പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഈ ഒരു വിധി നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതൊന്നും എനിക്ക് വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമില്ല. നിങ്ങൾക്കത് കേട്ടിട്ട് എന്താണ് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.